നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഏറെ പ്രതീക്ഷയോടെ തങ്ങളുടെ സമ്മതിദായക അവകാശം രേഖപ്പെടുത്തിയ ശേഷം ഓരോ സ്ഥാനാർത്ഥികളും പോളിംഗ് സ്റ്റേഷന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. ഏറെ പ്രതീക്ഷയോടെ തങ്ങളുടെ സമ്മതിദായക അവകാശം രേഖപ്പെടുത്തിയ ശേഷം ഓരോ സ്ഥാനാർത്ഥികളും പോളിംഗ് സ്റ്റേഷന് സമീപത്തു തന്നെ ഉണ്ടായിരുന്നു. തെന്നടി ബസാർ വാർഡിൽ ഉച്ചയ്ക്ക് മുൻപ് തന്നെ മികച്ച പോളിംഗ് നടന്നതായി വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശെൽവൻ പറഞ്ഞു. 32-ാം വാർഡിൽ സാധാരണ സ്ലോ ആയിട്ടാണ് പോളിംഗ് വരാറുള്ളത്. ഇന്ന് തമ്മിൽ കുറച്ചും കൂടി ഭേദമായിട്ട് ഈ നിമിഷം വരെ പോളിംഗ് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 40% സിറ്റീസ് ഇപ്പോൾ ആയിട്ടുണ്ടാവും. ഇനി ഒരു 65% വരെയാണ് സാധാരണ സാധ്യത ഉള്ളത് വരാൻ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 25% കൂടി വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെ ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഇവിടെ പോളിംഗ് നടക്കാറുള്ളത്. ഒരു കശപിശ ഉണ്ടാവാറില്ല. വളരെ നല്ല അന്തരീക്ഷത്തിലാണ് പോളിംഗ് നടത്തി വരുന്നത്. ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. പോളിംഗ് സ്റ്റേഷനായ KPTയിൽ കാലത്ത് വളരെ തിരക്കുണ്ടായിരുന്നതായും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും LDF സ്ഥാനാർത്ഥി NM നാരായണൻ നമ്പൂതിരിയും ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. പോളിംഗ് വലിയ മോശമല്ലാത്ത രീതിയിൽ ഈ ബൂത്തിൽ സാധാരണ ഉണ്ടാകുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ട്. ഈ സമയം വരെ രാവിലെ നേരത്തെ നല്ല തിരക്കായിരുന്നു. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഉണ്ടായി. പിന്നീട് ഇപ്പോൾ വീണ്ടും ജനങ്ങൾ വന്ന് ഇപ്പോൾ വീണ്ടും ഒരു ഗ്യാപ്പാണ്. പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ നല്ല രീതിയിൽ വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഈ വാർഡിൽ നിന്ന് ജയിക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇക്കുറി പോളിംഗ് വർദ്ധിപ്പിക്കുമെന്നും BJP വിജയിക്കുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും തെന്നടി ബസാർ വാർഡിലെ BJP സ്ഥാനാർത്ഥി സ്വരൂപ് പറഞ്ഞു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് ശതമാനം കൂടുവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ വാർഡിൽ മൊത്തം ജനസംഖ്യയിലെ 55% അടുത്താണ് പോളിംഗ് നടന്നത്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യാസമായി പോളിംഗ് തുടങ്ങി ആദ്യത്തെ ഒരു 5 മണിക്കൂർ തന്നെ വാർഡിൽ ഒരു 400ഓളം പേർ വോട്ട് ചെയ്യാനെത്തി. കനത്ത പോളിംഗ് ഇത്തവണ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വാർഡിലെ പല ആളുകളും സ്ഥലത്തില്ലാത്തവരും മരിച്ചുപോയവരായിട്ടുള്ള ആളുകളുടെ പേര് വോട്ടർ പട്ടികയിലുണ്ടെങ്കിലും ഉള്ള ആളുകൾ എല്ലാവരും കൃത്യസമയത്ത് വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ശുഭപ്രതീക്ഷയാണ്. ഇത്തവണ വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വരും എന്ന് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്.